single day. I'm gonna make something great. That's my way. Hi friends, welcome to our channel. എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ജ്വല്ലറി ബോക്സ് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ നമുക്ക് ഈ ജ്വല്ലറി ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് നോക്കാം. ഈ സാധനങ്ങളൊക്കെ ഞാൻ എവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ക്രാഫ്റ്റിൻ്റെ. അപ്പോൾ അതിലൊന്ന് നോക്കിയാൽ മതി. എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പോപ്പ് സ്റ്റിക്ക് വേണം. പോപ്പ് സ്റ്റിക്ക് നമുക്ക് പാക്കിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഫ്ലവേഴ്സ്, ഇത് റിബണിൻ്റെ ഫ്ലവേഴ്സാണ്. ഇത് ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മെറൂണും റോസും ആണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പോപ്പ് സ്റ്റിക്ക് പീസാക്കി വെച്ചിട്ടുള്ളതാണ്. ഒരേ അളവിലുള്ള കുറച്ച് പീസസ് ആക്കിയിട്ട് വെച്ചതാണ് ഇത്. പിന്നെ വേണ്ടത് ഗ്ലൂ ഗൺ ആണ്. പോപ്പ് സ്റ്റിക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. പ്രോപ്പറായിട്ട് ഒട്ടണം വെച്ചാൽ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. മറ്റേത് പെട്ടെന്ന് തന്നെ ഗമ്മ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പറഞ്ഞു പോരും. അതുകൊണ്ടാണ് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ജ്വല്ലറി ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇപ്പം ഞാനിത് ബേസിക് ആയിട്ടുള്ള ജ്വല്ലറി ബോക്സ് ആണ് പറയുന്നത്. ഇനി ഈ ജ്വല്ലറി ബോക്സിൽ നിങ്ങൾക്ക് ഡിസൈൻസോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതും കൂട്ടിച്ചേർക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു 10 പോപ്പ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നിരത്തി വെക്കുക. നിരത്തിയിട്ട് ഒരേ ലെവലിലാക്കിയിട്ട് നമ്മൾ നിരത്തി വെക്കണം. നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിൽ വേണം നമ്മൾ ഇതെല്ലാം കൂടി നിരത്തി വെക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടി കിട്ടില്ല. അതുകൊണ്ടാണ് ഫ്ലാറ്റ് സർഫസ് എടുക്കാൻ പറയുന്നത്. അപ്പം ഇത് നിരത്തിയിട്ട് കറക്റ്റ് ലെവലിൽ, എല്ലാം കറക്റ്റ് ലെവലിൽ വരുന്ന രീതിയിൽ നമ്മൾ നിരത്തി വെക്കണം. പോപ്പ് സ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കാരണം ഒരു പോപ്പ് സ്റ്റിക്ക് ഇങ്ങനെ വിലങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് താഴെ എത്ര പോപ്പ് സ്റ്റിക്ക് വെക്കണോ അതിനനുസരിച്ചാണ് നമ്മൾ പോപ്പ് സ്റ്റിക്കിൻ്റെ എണ്ണ എടുക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ 10 പോപ്പ് സ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 10 പോപ്പ് സ്റ്റിക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇതിൽ ഞാൻ വിലങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം കൂടി ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പോപ്പ് സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് അത് വിലങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ്. ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുമ്പോൾ നമ്മൾ 2 മിനിറ്റ് ഇത് പ്രസ് ചെയ്ത് വെക്കണം. കാരണം എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് ഒട്ടുള്ളൂ. ഇല്ലാച്ച പെട്ടെന്ന് തന്നെ പറഞ്ഞു പോരും. അതിന് വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് പ്രസ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഇത് നമുക്കിവിടെ ഒട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ ഭാഗത്തും നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മറുഭാഗത്ത് ഈ 2 സൈഡിലും ഇതുപോലെ 2 സൈഡിലായിട്ട് നമുക്ക് ഈ പോപ്പ് സ്റ്റിക്കിൻ്റെ സ്റ്റിക്ക് വിലങ്ങനെ ഒട്ടിച്ച് വെക്കാം. കാരണം എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ലെവലിൽ പറഞ്ഞു പോരാത്ത രീതിയിൽ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോരും. പറഞ്ഞു പോരാത്ത രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 സൈഡിലായിട്ടും നമ്മളിത് ഒട്ടിച്ച് വെക്കുന്നത്.
ഇപ്പം നമ്മൾ ഇതിൻ്റെ ബേസ് റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് ഒരു പീസും കൂടി ഇതുപോലെ ഉണ്ടാക്കി വെക്കണം. അപ്പം ഞാനിവിടെ ഒരു പീസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 പീസ് ഇതേ സെയിം മെത്തേഡ് തന്നെ 2 പീസാക്കി വെക്കുക. കാരണം ഒന്ന് നമുക്ക് ബേസിന് വേണ്ടിയിട്ട്, ഒന്ന് നമുക്ക് അടപ്പായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് 2 പീസ് ഉണ്ടാക്കാൻ പറയുന്നത്. ഇനി ഇതിൽ ഒരു പീസ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഒട്ടിച്ചില്ലേ, വിലങ്ങനെ ഒട്ടിച്ചിട്ടില്ലേ 2 പീസുകൾ അപ്പുറം ഇപ്പുറമായിട്ട്. അപ്പോൾ അതിൻ്റെ നേരെ വിലങ്ങനെയായിട്ട്, അതായത് ഇതിപ്പോൾ ഈ സൈഡും ആയിട്ടാണ് നമ്മൾ ഒട്ടിച്ച്, ഈ 2 സൈഡിലായിട്ടാണ്. ഇപ്പം ഇനി ഈ സൈഡിലും ആയിട്ട് ഇതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ 2 സൈഡിലും ഒട്ടിച്ച് വെക്കാം. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സൈഡിൽ മാത്രം, 2 ഓപ്പോസിറ്റ് സൈഡിൽ മാത്രം ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്താൽ മതി. ഒന്നായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതുപോലെ ഈ സൈഡിൽ നമ്മൾ നേരത്തെ ഒട്ടിച്ച് ഫസ്റ്റ് തന്നെ ഒട്ടിച്ച് അതേപോലെ ഈ സൈഡിൽ അതുപോലെ മുകളിലായിട്ട് 2 സൈഡ് മാറിയിട്ട് നമ്മൾ ഒട്ടിച്ച് വരണം. നമുക്ക് എത്ര ഹൈറ്റ് വേണോ ഈ ജ്വല്ലറി ബോക്സിന് അത്രയും ഹൈറ്റിൽ നമ്മൾ ഇത് ഒട്ടിച്ച് വരണം. അപ്പം നമ്മളിവിടെ ബോക്സ് റെഡി ആയി കഴിഞ്ഞു. ഇത് ഞാൻ ഈ ഒരു ഹൈറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 6 എണ്ണമാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഈ ഒരു ബോക്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടപ്പ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ അടപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു പിടുത്തം വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീസസ് ഞാൻ ആദ്യം എടുത്തു വെച്ചത്. ഇത് തന്നെ പോപ്സ്റ്റിക്ക് തന്നെ പീസായിട്ട് വെച്ചതാണ്. ഇത് നമുക്ക് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാനിത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ അടപ്പിൻ്റെ മുകളിൽ ഒന്ന് ഫിക്സ് ചെയ്യാം. ഇത് 5 എണ്ണം ഇവിടുന്ന് 5 എണ്ണം ഈ സൈഡിനും, അതായത് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് വേണം നമ്മളിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിൻ്റെ അടപ്പ് റെഡി ആയി കഴിഞ്ഞു. അടപ്പ് റെഡി ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം.
ഇനി നമുക്കിതിൽ ജ്വല്ലറി പീസസ് ഇട്ട് വെക്കാം. ഞാനിതിൽ ഇയറിങ്സ് ആണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ജ്വല്ലറി ബോക്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചാനൽ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.